ബൈ മീ കോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ക്രിയേറ്റേഴ്സും ഫാൻസും തമ്മിൽ ബന്ധം ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾ ഒരു ഫാൻ പേ ചെയ്യുന്നത് ക്രിയേറ്റേഴ്സും ഡയറക്റ്റ്ലിയാണ്. നിങ്ങൾ അതിൻ്റെ ഇടനിലക്കാർ മാത്രമാണ്. ആൾക്കാർ വിളിച്ചു ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് മാറ്റി പറയിപ്പിക്കണ്ടേ, റിയാക്ട് ചെയ്യിപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പേർക്ക് ഇപ്പോൾ സഹപ്രവർത്തകർക്കും ഫാമിലിക്കൊക്കെ ആദ്യം ഒരു പേടിയും ഒരു സംശയവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെയാണ് ചെറിയ പിള്ളേർക്ക് വലുതാകുമ്പോൾ പൈലറ്റ് ആവണം, ഡോക്ടറാണെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് എനിക്ക് മിസ്റ്റർ ബീസ്റ്റ് പോലത്തെ ഒരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആവണം. കുറേ തോറ്റിട്ടുണ്ട്. നമ്മൾ ഇലോൺ മസ്ക് ഒന്നുമല്ലല്ലോ, തുടങ്ങുന്ന എല്ലാ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു കോഫി കടയെക്കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. യഥാർത്ഥത്തിൽ അന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് വന്നിട്ട് ഒരു കോഫി കടയാണ് ഉദ്ഘാടനം ചെയ്തത്. ബൈ മീ കോഫിയുടെ സ്ഥാപകൻ ജിജോ സണ്ണി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ശരിക്കും ഒരു കോഴിക്കോട് വന്നപ്പോൾ ഞാൻ കരുതി ശരിക്കും ഒരു കോഫി സെറ്റപ്പ് ആണെന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ബൈ മീ കോഫി? കണ്ടാലോ അങ്ങനെ തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. ഈ നമ്മളുടെ ഈ ആംബിയൻസ് ഒക്കെ കാണുമ്പോഴേ ഒരു കോഫി കട പോലെ തോന്നുന്നു. എന്താണ് ശരിക്കുള്ള ഒരു? സിമ്പിളായി പറയുകയാണെങ്കിൽ ബൈ മീ കോഫി ഒരു ടിപ്പിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ US പ്രത്യേകിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു 20% ടിപ്പ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ കൾച്ചർ വന്നു തുടങ്ങുന്നുള്ളൂ. ഇപ്രാവശ്യം വന്നപ്പോഴേ ഞാൻ ഊബറിലൊക്കെ ടിപ്പ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ കണ്ട്. അപ്പോൾ ഞങ്ങളിത് ഓൺലൈൻ ക്രിയേറ്റേഴ്സിന്, അതായത് കലാകാരന്മാർ, എഴുത്തുകാർ, യൂട്യൂബേഴ്സ്, പോഡ്കാസ്റ്റേഴ്സ്, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അവരുടെ ഫാൻസ് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ടിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടാവും. അവർ കുറച്ച് ഉദാര മനസ്സിലായിട്ടുള്ള ആൾക്കാർ, കുറച്ച് ജനറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ടിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ഞങ്ങൾ 2017 ഈ സാധനം ഒരു സൈഡ് പ്രൊജക്റ്റായിട്ട് ചുമ്മാ ഇറക്കിയതാണ്. ഇപ്പോൾ 10-30 ലക്ഷം പേര് ഉപയോഗിക്കുന്നുണ്ട്. പ്രതിമാസം 50,000 കൂടുതൽ പ്രതിമാസ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ബൈ മീ കോഫി വെച്ചിട്ട് നന്നായി പോകുന്നു. ഈ 400 കോടി മൂല്യമുള്ള താങ്കളുടെ കമ്പനിയൊക്കെയാണ് സോഷ്യൽ മീഡിയ താങ്കളെ ഒരു കാപ്പിക്കട മുതലാളിയാക്കിയത്. സങ്കടം തോന്നിയോ? ഇല്ല. ആൾക്കാർ വിളിച്ചു ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് മാറ്റി പറയിപ്പിക്കണ്ടേ, റിയാക്ട് ചെയ്യിപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പേർക്ക് ഇപ്പോൾ സഹപ്രവർത്തകർക്കും ഫാമിലിക്കൊക്കെ ആദ്യം ഒരു പേടിയും ഒരു സംശയവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും തമാശയാക്കിയിട്ട് ഇതൊരു തമാശയല്ലേ, പിന്നെ ഒരു മീമായി വയറായി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, എല്ലാ തമാശയും. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങനെയാണ് പണം ലഭിക്കുന്നത്? ബൈ മീ കോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ക്രിയേറ്റേഴ്സും ഫാൻസും തമ്മിൽ ബന്ധം ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾ ഒരു ഫാൻ പേ ചെയ്യുന്നത് ക്രിയേറ്റേഴ്സും ഡയറക്റ്റ്ലിയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടനിലക്കാർ മാത്രമാണ്. അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ക്രിയേറ്ററെ അത് മറിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കുറേ ഫോളോയിങ് ഉണ്ടാക്കും. പക്ഷേ ഫേസ്ബുക്ക് അൽഗോരിതം മാറ്റിയാലോ നാളെ എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫോളോയിങ്ങും ഇപ്പോൾ അല്ലെ റീച്ച് കുറേ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കൂടിയാണ് ബൈ മീ കോഫി എന്നുള്ളത്. അപ്പം നമ്മൾ ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഒരു പേജ് തുടങ്ങും. ആർക്കും ഒരു പേജ് തുടങ്ങാം. പേജ് തുടങ്ങിയിട്ട് അവർ ഈ പേജ് അവരുടെ ഫാൻസിന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഫോളോ ചെയ്യാം. ആൻഡ് അവർക്ക് ആ ഒരു ജനറസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ടിപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട്, അതായത് മന്ത്ലി സപ്പോർട്ട് ചെയ്യാം, എക്സ്ട്രാ കോണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ക്രിയേറ്ററായിട്ടൊരു കോൾ വെക്കാൻ. ഞാൻ ഈ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ എഴുത്തുകാർ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാട്ടോ. ഒരു പുതിയ സെറ്റ് ഓഫ് ഒരു എംപ്ലോയ്മെൻ്റ് അല്ലേ ഈ ക്രിയേറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, ഇപ്പോൾ പണ്ടൊക്കെയാണ് ചെറിയ പിള്ളേർക്ക് വലുതാകുമ്പോൾ പൈലറ്റ് ആവണം, ഡോക്ടറാണെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് എനിക്ക് മിസ്റ്റർ ബീസ്റ്റ് പോലത്തെ ഒരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആവണം. ഞാൻ ഇൻഫ്ലുവൻസർ എന്നുള്ളതിനേക്കാൾ അവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിന് വരുമാനം ഉണ്ടാക്കുക, അവർ ഫോളോവിങ് ഉണ്ടാക്കുക. അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതാണ് ഞങ്ങൾ എനേബിൾ ചെയ്യാൻ നോക്കുന്നത് ചെറിയ ഭാഗമായിട്ട്. അതെ, ഞാൻ ചോദിക്കുന്നത് ഈ ബൈ മീ കോഫി എന്ന് പറയുമ്പോൾ വളരെ ഹമ്പിളായിട്ടുള്ള ഒരു ക്യൂട്ട് സാധനമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനി തുടങ്ങുമ്പോൾ താങ്കൾ സെലക്ട് ചെയ്തെന്നുകൊണ്ടാണ്? ഞങ്ങൾ കോർപ്പറേറ്റ് കമ്പനി തുടങ്ങിയല്ലോ, നമ്മളൊരു സൈഡ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേരെടുത്തു. ഈ ഒരു ടേം പണ്ടേ ഉള്ളതായിരുന്നു. ഓൺലൈനിലൊക്കെ പണ്ട് മുതലേ ബ്ലോഗേഴ്സൊക്കെ, ഞാനും ബ്ലോഗ് ചെയ്യുന്ന ഒരാളായിരുന്നു ചെറുപ്പം പോലെ. അപ്പോൾ ആൾക്കാർ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് അതിൻ്റെ താഴെ ബൈ മീ കോഫി എന്ന് പറഞ്ഞ് വെച്ചിട്ട് അവരുടെ പേപ്പാൽ ലിങ്കോ അല്ലെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് ലിങ്ക് വയ്ക്കും. ആ ഒരു ബിഹേവിയർ പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ ഈ പേരുണ്ടോ നോക്കിയപ്പോൾ പേര് അവൈലബിൾ ആയിരുന്നു. buymeacoffee.com ഡൊമൈൻ അവൈലബിൾ ആയിരുന്നു ഫോർ എ പ്രൈസ്. അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പർച്ചേസ് ആയിരുന്നു. അപ്പോൾ അത് വന്ന് വാങ്ങിച്ചു. എന്നിട്ടൊരു സൈഡ് പ്രൊജക്റ്റായിട്ട് ഇറക്കി. വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇറക്കിയപ്പോൾ തന്നെ സംഭവം ഹിറ്റായി. കാര്യം എന്ന് വെച്ചാൽ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്തായി ബൈ മീ കോഫി എന്നുള്ളതും അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഷെയറബിളായി. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ വലിയൊരാൾക്ക് ഒരു സീരിയസ് ബിസിനസ് തുടങ്ങാൻ ബൈ മീ കോഫി എന്നുള്ള പേര് തുടങ്ങാൻ കുറച്ച് മടിയുണ്ട്. എപ്പോഴും നിങ്ങൾ കാണാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത് ഈ ബൈ മീ കോഫി നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ എനിക്കൊരു കാപ്പി മേടിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സാധനമാണല്ലോ അത്. ഇതിനെങ്ങനെയാണ് നിങ്ങളുടെ കമ്പനി ഈ ഒരു പേര് ഏറ്റെടുക്കാം എന്ന് തോന്നിയത്? എങ്ങനെയാണ്? ഒന്നാമത് വലുപ്പമുള്ള പേരാണ്, നമുക്ക് ട്രേഡ് മാർക്ക് അവൈലബിൾ ആണെന്ന് കണ്ടു. പിന്നെ
ചെറിയ പേരുകളാണ് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് ഓൺ ചെയ്യാൻ. വലിയ പേരുകളാവുമ്പോൾ അതേപോലെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ യുണീക്ക് ആയിട്ടുള്ളൊരു പേരാകുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും, അതിൽ വിസിബിൾ ആവാൻ പറ്റും, ആ പേരങ്ങ് മൊത്തത്തിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ പേരങ്ങ് ഏറ്റെടുത്തത്. പിന്നെ ആ പേര് കണ്ടാൽ തന്നെ മനസ്സിലാവും ആൾക്കാർക്ക് ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ യൂട്യൂബേഴ്സ് വേറെ ഒന്നും പറയണ്ട. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇടുമ്പോൾ ബൈ മീ കോഫി എന്ന് പറഞ്ഞവരുടെ ലിങ്കം കൊടുത്താൽ മതി, ഓഡിയൻസിന് മനസ്സിലാവും. സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ലിങ്കിൽ പോയി സപ്പോർട്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലർ ചുമ്മാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും, ചിലർ എക്സ്ട്രാ കോണ്ടന്റോ അല്ലെ താങ്ക് യു കിട്ടാനോ അല്ലെ ഒന്ന് അവരുടെ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാം. മിക്കവരും അതാ ചെയ്യുന്നത്. ഒരു താങ്ക് യു പറയുമ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും പോലല്ല, ഒരു കോഫി വാങ്ങിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു കാശ് കൊടുത്ത് താങ്ക് യു പറയുമ്പോൾ ഭയങ്കര മീനിങ് ഫുള്ളാണ്. കിട്ടുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ഭയങ്കര മീനിങ് ഫുൾ ആയതുകൊണ്ടാണല്ലോ കൊടുത്തത്. കിട്ടുന്ന ആൾക്ക് ഞാനൊരു കാര്യം ചെയ്തൊരു വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതി ഒരു യൂട്യൂബ് ഇട്ടോ ഒരു പിയാനോ വായിച്ചതിൻ്റെ സാധനം ഇട്ടു, എന്നിട്ട് എനിക്കൊരാൾ കാശ് എന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഒരു പിന്നെ ആത്മവിശ്വാസം കൂടി കൂട്ടും, വളരെയധികം കൂട്ടും. അതെ, എത്ര ചെറിയ എമൗണ്ട് ആണ്, വലിയൊരു എമൗണ്ട് ആവണമെന്നില്ല. അപ്പോൾ അതായിരുന്നു ഇനീഷ്യൽ ഉദ്ദേശമൊക്കെ. പക്ഷേ ഇപ്പോൾ കുറേ ചെറിയ ആൾക്കാർ ഇങ്ങനെ ചെറിയ ഇതിൽ കാശാക്കിയിട്ട് ഇപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ്, ഒരു മീനിങ് ഫുൾ എമൗണ്ടാണ് ഇപ്പോൾ പോകുന്നത്. നേരത്തെ പറഞ്ഞാൽ പ്രതിവർഷം 600 കോടി അധികം രൂപ ബൈ മീ കോഫി പോകുന്നുണ്ട്. ഈ വർഷം അവസാനം അടുത്ത വർഷം തുടക്കത്തിലേക്ക് ഞങ്ങൾക്ക് അത് 1000 ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം നിങ്ങളുടെ അമേരിക്കൻ കമ്പനിയാണ്, അമേരിക്കൻ ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷേ അവിടെയൊക്കെ ഈ ബൈ മീ കോഫി എന്ന് പറയുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള സാധനമാണ്. അത് കൊണ്ടാണോ ഇങ്ങനെ ഇത് തിരഞ്ഞെടുക്കാൻ കാരണമായത്? അതെ, പുറത്തൊരു കോമൺ ടേമാണ് ബൈ മീ എ ബിയർ എന്ന് പറയും. എനിക്കൊരു ബിയർ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ആണൊരു ചിലവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചോദിക്കുന്നത് അങ്ങനെയാണ്. അല്ല ഡൊണേറ്റ് മീ, സപ്പോർട്ട് മീ എന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നതിൽ ഒരു എന്താ പറയുക അപകർഷതാബോധമാണെന്ന് അറിയില്ല, എന്തോ ഒരു ഇത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബൈ മീ കോഫി എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ പുറത്ത് നമ്മൾ ഇവിടെ ഉള്ള പോലെ ടിപ്പിങ്ങിന് അങ്ങനത്തെ ഒരു മോശം ഇതിലല്ല കാണുന്നത്. കുറച്ചുകൂടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു നമുക്ക് മോശം ഒരു ഫീലാണ്. അതും അതെ. പിന്നെ ആൾക്കാർ ജനറസ് ആണ്, അത് ആൾക്കാർക്ക് അറിയാതെ ടിപ്പിങ് ശരിക്കും ആൾക്കാരുടെ. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ടിപ്പ് ചെയ്യുമ്പോഴേ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നില്ല, 100% പോകുന്ന സെർവ് ചെയ്യുന്ന ആൾക്കാർ. ഊബറിൽ നിങ്ങൾ ടിപ്പ് ചെയ്യുമ്പോൾ 100% പോകുന്നത് ആ ഡ്രൈവറിലേക്കാണ്. മറിച്ച് ഊബറിന് കൊടുക്കുന്ന കാശിൽ 50% ഊബറിലാണ് പോകുന്നത്, ഊബർ കമ്പനിക്കാണ് പോകുന്നത്. ഡ്രൈവറിന് 50% കിട്ടുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് അറിയാം ടിപ്പിംഗ് മൊത്തം ഇവരിലേക്ക് പോകും. അല്ല ബൈ മീ കോഫിയിൽ ആരെങ്കിലും ടിപ്പ് ചെയ്താൽ 95% അയാൾക്ക് പോകും, നമ്മുടെ ആ ക്രിയേറ്ററിന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ജനറസ് ആവുന്നത് അതുകൊണ്ടാണ്. ഈ കരുവാരക്കുണ്ടുകാരനായ ജിജോ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു സ്ഥാപനം തുടങ്ങുന്ന ഇങ്ങനെ ഒരു എൻ്റർപ്രനർ ആവുക എന്ന ഒരു ഫീൽഡിലേക്ക് എത്തി? എങ്ങനെയാണ്? ഞാനും ഒക്കെ ജനിച്ചു വളർന്ന കരുവാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് മാറിയതായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ എൻ്റെ വല്യപ്പച്ചനുണ്ടായിരുന്നു, ഞാൻ വല്യപ്പച്ചനൊപ്പം വളർന്നതൊക്കെ. ഒരു വയസ്സായപ്പോൾ തന്നെ എന്നെ അവിടെ കൊണ്ടാക്കി. അപ്പോൾ ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാഷ്യർ പോലത്തെ ആൾ ജാതിക്ക് വിറ്റും ഇതൊക്കെ പൈസ ഒക്കെ ഞാനൊക്കെ ആയിരുന്നു എന്നൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ ഔട്ട് ഓഫ് ദി ബ്ലൂ ഏതോ ഒരു എക്സാം കഴിഞ്ഞിട്ടോ ഒരു ദിവസം ഒരു വർഷാവസാനം കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അത് അത്യാവശ്യം വിലയുള്ള കമ്പ്യൂട്ടർ, 40-45,000 രൂപയുടെ കമ്പ്യൂട്ടർ ആ സമയത്ത്, എനിക്കൊന്ന് 20 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു അങ്കിളുടെ ഷോപ്പിൽ നിന്നായിരുന്നു, സിബി എന്ന് പറഞ്ഞൊരു അങ്കിളുടെ ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചു. ഇനി അത് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയ കാര്യം. അതിനുശേഷം ഞങ്ങൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടോ എന്നറിയാൻ വേണ്ടി കുറച്ച് നോക്കുന്നു. ആദ്യമൊക്കെ ചെറിയ ചക്കായിരുന്നു. ഞാൻ ഓൺലൈനിൽ ആർട്ടിക്കിൾ എഴുതുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ടുപോലെ. പിന്നെ അത് വിൽക്കാൻ നോക്കി. അപ്പോൾ നമുക്ക് $1 പേപ്പാലിൽ ആൾക്കാർ അയച്ചു തരും. അത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് വന്ന 10 വർഷത്തിന് ശേഷം നമ്മൾ അത് തന്നെയാണ് ഇനേബിൾ ചെയ്തത് ബൈ മീ കോഫി വഴി. ബാക്കിയുള്ളവർക്ക് ഇതേപോലെ $1, $5, $10 ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം ബൈ മീ കോഫി വഴി നമ്മൾ സഹായിച്ചല്ലോ. ഇതിൽ ആ സമയത്ത് അത് ഭയങ്കര ഇതായി. എന്നിട്ട് യങ്ങസ്റ്റ് ബ്ലോഗർ എന്നൊക്കെ പറഞ്ഞൊരു അവാർഡൊക്കെ കിട്ടിയായിരുന്നു. 10-12 വയസ്സായിരുന്നു. അത് ഭയങ്കര മോട്ടിവേഷണലായിരുന്നു. ഏതായാലും ഭാഗ്യത്തിന് അതിൽ തന്നെ നിൽക്കാണ്ട് പ്രൊഡക്റ്റുകൾ തുടങ്ങാൻ തോന്നിയത് നന്നായും തോന്നി ഇപ്പോൾ ആലോചിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു താങ്കൾ വളരെ കുഞ്ഞുനാൾ തന്നെ എല്ലാവരും ഈ പൈലറ്റ് ആവണം, പിന്നെ ഡോക്ടർ ആവണം എന്നൊക്കെ പറയുമ്പോൾ താങ്കളൊരു എൻ്റർപ്രനർ ആവണം എന്നായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെന്ന് കേട്ടോ. അതെ, ഇത് കുടുംബത്തിൽ നിന്നുള്ള സ്വാധീനമായിരിക്കാം. എൻ്റെ പപ്പ ഒരു എൻ്റർപ്രനറാണ്. മലപ്പുറത്ത് തന്നെ പൂക്കട്ടുംപാടത്ത് ഒരു ഹാർഡ്വെയർ ഷോപ്പ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഹോട്ടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്ലോവാക്യ, പണ്ടത്തെ ചെക്കോസ്ലോവാക്യ, ഇപ്പോഴത്തെ സ്ലോവാക്യയിൽ പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് 10 വർഷത്തോളം നടത്തി. അപ്പോൾ ഒരു സീരിയൽ ഓൺട്രപ്രണറാണ് പപ്പ. അതേപോലെ എൻ്റെ അങ്കിള്, എൻ്റെ അമ്മയുടെ ചേട്ടൻ, ബ്രദേഴ്സ് 3 പേരും ഓസ്ട്രേലിയയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ നടത്തുക. അപ്പം ഞാൻ കണ്ടു വളർന്ന ഇതാണ്, എൻ്റെ നോർമൽ ഇതാണ്. ജോലിക്ക് പോകുന്നവരെ കാണുന്നത് കുറവാണ് ശരിക്കും. ഓൺട്രപ്രണർഷിപ്പാണ് ബ്ലഡിലുള്ളതെന്ന് തന്നെ പറയാം. അപ്പോൾ അതായിരിക്കാം. ഒരു ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനെ വിളിച്ചത് നിങ്ങൾക്ക് എന്താവേണ്ടത് ഇങ്ങനെ എണീപ്പിച്ച് ഇങ്ങനെ ചോദിച്ചായിരുന്നു. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഓൺട്രപ്രണർ എന്ന് വെറുതെ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. കാര്യം ഈ വാക്ക് പുതിയാണല്ലോ, എനിക്ക് പുതിയതായിരുന്നു. ഞാൻ എവിടെ കേട്ട് നേരെ ഡയറക്റ്റ് ചെയ്താണ്. പക്ഷെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു തോന്നുന്നു. താങ്കളുടെ അമ്മയാണെന്ന് തോന്നുന്നു അല്ലേ ആദ്യമായിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങാനുള്ള പൈസ? ഒരു 20 വർഷം മുന്നേ, അത്രയും വർഷം മുന്നേ താങ്കളുടെ ഫാമിലി ഇതിൻ്റെയൊക്കെ ഭയങ്കര അവെയർ ആയിരുന്നു?
കുറച്ച് അസ്വാഭാവികത എനിക്കതിനെ തോന്നുന്നുണ്ട്. കാര്യം എന്തിനാണെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും കിട്ടുന്നില്ല. കാര്യം കുറേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ പേപ്പറിലൊക്കെ വന്ന് ഇവനെന്തോ ചെയ്യുന്നത് കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടൊക്കെ ആയിരിക്കാം, അറിയില്ല. പക്ഷേ ഈ വെബ് ഹോസ്റ്റിങ്ങിന് കാശ് വേണം. നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ അത് ഹോസ്റ്റ് ചെയ്യാൻ ഈ സമയത്ത് പോലെ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ 10-25,000 രൂപ ആ സമയത്ത്. മമ്മി പറയുന്ന കമ്മലെന്തോ പണയം വെച്ചോ വിറ്റതൊക്കെയാണ് മമ്മി പറയില്ല, എനിക്ക് ഓർമ്മയില്ല, അതൊന്നും എനിക്കറിയില്ലല്ലോ. പക്ഷേ അത് ആ സമയത്ത് തന്നിട്ട് ഞങ്ങളത് വെച്ച് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിങ്ങിൽ വാങ്ങിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് ഒരു പ്രൊഫഷണലായിട്ടാണ് ചെയ്യാൻ പറ്റും ആ സമയത്ത്. കാരണം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇത് ഫ്രീ സൈറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അത് പ്രൊഫഷണൽ ആവില്ലായിരുന്നു. ഞങ്ങൾക്ക് അന്ന് തന്നെ വേൾഡ് ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു 2010 ഞാനൊരു ആഡ് നെറ്റ്വർക്ക് ഇറക്കി വരെ ചെയ്തു. അത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഇങ്ങനത്തെ ഏർലി ഹെൽപ്പും സപ്പോർട്ടും തന്നെയാണ് ഫാമിലിയുടെ ഭാഗത്തുള്ളത്. ഫിൻടെക് ജാൻഡ് സ്ട്രൈപ്പൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് താങ്കളുടെ കമ്പനിയിൽ. ഇത്രയൊക്കെ എത്തിപ്പെടാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ? നമ്മളിപ്പോഴും ചെറിയ കമ്പനിയാണ്, അതുകൊണ്ട് കുറേ എത്തിപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ സ്ട്രൈപ്പ് ഭയങ്കര ജനറസ് ആയിട്ടുള്ള കമ്പനിയാണ്, എക്സലൻറ്റ് കമ്പനി. അതേപോലെ ലെജൻഡറി 2 ഫൗണ്ടേഴ്സ് നടത്തുന്ന കമ്പനി. പാട്രിക് കോളിസനും ജോൺ കോളിസനും എന്ന് പറഞ്ഞ 2 ഐറിഷ് ബ്രദേഴ്സ് നടത്തുന്ന കമ്പനിയാണ്. ഒരു എക്സാമ്പിൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് നോക്കാമെങ്കിൽ പറയാൻ പറ്റുന്ന 2 പേരാണ് അവർ. വളരെ ഹമ്പിൾ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഇത്രയും വലിയൊരു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 100 ബില്യണിലധികം വാല്യുവേഷനുള്ള കമ്പനിയാണ് സ്ട്രൈപ്പ്. അവർ 2018 പാട്രിക്ക് നമ്മുടെ പേരും നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് ക്യൂട്ടായിട്ട് ഇരിക്കുന്നതൊക്കെ വൈറലായത് കണ്ടിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് നമ്മളെ ഫണ്ടിങ് തരുമായിരുന്നു. എനിക്കൊന്ന് ഹാക്കർ ന്യൂസ് എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ട്, അവിടെ നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ വൈറലായി. അത് കണ്ടിട്ടാണ് പാട്രിക്ക് ഇമെയിലൊക്കെ അയച്ചായിരുന്നു, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു ചെറിയൊരു ഫണ്ടിങ്ങാണ്, വളരെ ചെറിയ ഫണ്ടിങ്ങാണ്. പക്ഷേ ഇപ്പോഴും സ്ട്രൈപ്പ് 1% ഓഫ് ദ കമ്പനി ഓൺ ചെയ്യുന്നു. അതിനുശേഷം സ്ട്രൈപ്പാണ് ഞങ്ങളെ മെൻറ്റർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് YC എന്ന് പറഞ്ഞ US ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ചെയ്യാൻ. Y Combinator. അതെ, Airbnb-യും Reddit-ഉം ഒക്കെ, ഈവൻ ChatGPT വരെ YCയുടെ ഭാഗമാണ്. അതിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്താണ് ഫീൽ ഇപ്പോൾ Y Combinatorലേക്ക് എത്തിപ്പെടുമ്പോൾ? ഞങ്ങൾ 2019 ഞങ്ങൾ 3 മാസം അവിടെ പോയി അതിൻ്റെ പാർട്ടായി. ഇപ്പോഴും അവരുടെ മെൻറ്റർഷിപ്പൊക്കെ കിട്ടുന്നുണ്ട്. പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആണ്. ഏറ്റവും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ റോ ഫീഡ്ബാക്ക് ആയിരുന്നു എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഷുഗർ കോട്ട് ചെയ്യാത്ത ശരിക്കുള്ള കാര്യം പറയുന്ന ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു. ഞങ്ങൾക്ക് മറ്റ് ഇൻവെസ്റ്റേഴ്സും ഉണ്ട്, ഞങ്ങൾക്ക് കുറേ നല്ല ഇൻവെസ്റ്റേഴ്സ് കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ YCയുടെ കാര്യത്തിൽ ഇവർ കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാവാം ഇവരില്ലാത്തൊന്നും പറയില്ല, നേരെ ഉള്ളത് നേരെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആകുമ്പോൾ ഇവരോട് ചോദിക്കുക. അത് മാത്രമല്ല, ഇവർ ആയിരക്കണക്കിന് കമ്പനികൾ ഫണ്ട് ചെയ്തുകൊണ്ട് ഇവർ ഒരുവിധം തോൽവികളും വിജയങ്ങളും കണ്ടല്ലേ. പാറ്റേൺ അവർക്ക് നല്ലപോലെ ഉണ്ട്. അവർക്ക് ഇപ്പം ഇൻസ്റ്റിങ്ക്റ്റോടെ പെട്ടെന്ന് പറയാൻ പറ്റും നമ്മൾ പോകുന്ന റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ള കാര്യമൊക്കെ. ഒരുപാട് കമ്പനികൾ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ബൈമി കോഫിയിലേക്ക് എത്തിപ്പെട്ടത്. തോറ്റ് വന്നവനാണ്. അതുകൊണ്ട് തോറ്റ് വന്നവനെ കാപ്പിക്കട മുതലാളിയെന്ന് വിളിച്ചാൽ തളർന്നു പോവില്ല എന്നാണോ പറയാനുള്ളത്? അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷെ കുറേ തോറ്റാണെന്നുള്ള ശരിയാണ്, കുറേ തോറ്റിട്ടുണ്ട്. കാര്യം ബൈ ഡെഫിനേഷൻ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ 95% കണ്ട ഫെയിലിയർ റേറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിൽ 20-1 രക്ഷപ്പെടുള്ളൂ എന്നുള്ള ഒരു സ്റ്റാറ്റിക്സ് ആണ്. നമ്മൾ ഇലോൺ മസ്ക് ഒന്നുമല്ലല്ലോ തുടങ്ങുന്ന എല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ബൈമേ കോഫി 2020 ശരിക്കും ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ഒക്കെ ആവുന്നത്. സാലറി കൊടുക്കാനുള്ള കാശ് വരുമായിരുന്നു. അതിന് മുമ്പേയും കുറേ പ്രൊഡക്റ്റുകൾ തോറ്റു. അതിന് ശേഷമാണെങ്കിലും കുറേ ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, ഫെയിലിയർ ആയിരുന്നു. ഇപ്പം ബൈമേ കോഫി മാത്രമാണ് അതിനകത്തൊരു എക്സെപ്ഷൻ, രക്ഷപ്പെട്ടു പോയ കമ്പനി. നിങ്ങൾ പ്രധാനമായും അമേരിക്കയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. എങ്ങനെയാണ് കോഴിക്കോട് ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി? എങ്ങനെയാണ്? എൻ്റെ വിശ്വാസം, നമ്മൾ ഇൻ്റർനെറ്റിലൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നായാലും നമുക്ക് വേൾഡ് ക്ലാസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിലൊരു ലിമിറ്റേഷൻ കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയ സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഞങ്ങൾ കോഴിക്കോട് നിന്നാണല്ലോ, ഞങ്ങൾ ഇവിടെ തുടങ്ങി. അതേ ടീം ഇപ്പോഴും ഉണ്ട്, കോർ ടീം ഇപ്പോഴും സെയിം കോർ ടീമാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വരാമെന്ന്. കോവിഡിന് ശേഷം ഞങ്ങൾ റിമോട്ടായിരുന്നു, കൊച്ചിയിലേക്ക് എക്സ്പാൻഡ് ചെയ്തായിരുന്നു. പുറത്തൊക്കെ ഓഫീസുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോർ ഓഫീസ് ഡിസൈനേഴ്സ്, എഞ്ചിനീയേഴ്സും റിസ്ക് ടീമൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന് പുതിയൊരു ഓഫീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല, ഇത്ര വിവാദമൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഇംപെർഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ ആൾക്കാർ ചർച്ച ചെയ്യുള്ളൂ.